ദം ബിരിയാണി തോറ്റവും ഗൈസ്. ഒരു കോക്കനട്ട് റൈസ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു തക്കാളി, ഒരു സവാള ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 ഏലക്ക, കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകം ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു തേങ്ങ തിരുവി അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഗീയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പട്ടയെല്ലാം അതിലേക്ക് തട്ടി കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ടതിന് ശേഷം കരിവേപ്പിലയും പച്ചമുളകും തക്കാളി ഉള്ളിയെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റണം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് 6 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചതിന് ശേഷം ലേശം ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഈ അരിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് 2 വിസിൽ കേൾപ്പിച്ചിട്ട് വരാം. അപ്പോൾ ലാസ്റ്റ് ഫൈനലാണേ. മല്ലിയില ഇട്ട് കാഷ്നട്ട് ഇട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതൊന്നും ഇഷ്ടമാണെങ്കിൽ